ഇന്നത്തെ സുവിശേഷത്തിലെ ഇത്തിരി ദേഷ്യത്തോടെ പെരുമാറുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കുകയാണോ? ഈശോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച് ഈശോയോട് പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം പൊളിക്കി ഞാനത് 3 ദിവസത്തിനകം പുനരുദ്ധരിക്കാം. അത് സാധാരണ കേട്ട് നിന്ന ആളുകളൊക്കെ വിചാരിച്ചു കെട്ടിടത്തെ കുറിച്ചാണ് ഈശോ പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഈശോയെ സംബന്ധിച്ച് ഈശോയുടെ ശരീരത്തെ കുറിച്ചായിരുന്നു ഈശോ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ വായിച്ചെടുക്കാം. ഈശോയ്ക്ക് തൻ്റെ ദേവാലയവും അതുപോലെ തന്നെ സ്വന്തം ശരീരവും ഒരുപോലെ പ്രധാനപ്പെട്ടതായിരുന്നു. സ്വന്തം ശരീരത്തെ എന്ന പോലെ തന്നെ ഈശോ ആ ദേവാലയത്തിനും അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ആ ഒരു ശ്രദ്ധ എൻ്റെ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാം. എൻ്റെ ദേവാലയത്തോട് ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സമീപനം എന്താണ്? എൻ്റെ ശരീരത്തിന് ഞാൻ കൊടുക്കുന്ന അതേ ഒരു പ്രാധാന്യം ഈ ദേവാലയത്തിനും കൊടുത്ത് അവിടെയും അതിന് ചേർന്ന രീതിയിൽ വ്യാപരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.